അധ്യാപകർ ക്ലാസ് മുറിയിൽ ഭയമാണോ അതോ അറിവാണോ പകരേണ്ടത്? കുട്ടികളെ അടിച്ചും ശകാരിച്ചും പഠിപ്പിക്കണമെന്നും ഇങ്ങനെ മിടുക്കരും അച്ചടക്കമുള്ളവരുമാക്കി മാറ്റാൻ കഴിയുമെന്നും ഇന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഓരോ മർദ്ദനവും കുട്ടികളിലെ അധ്യാപകരോടുള്ള ബഹുമാനമല്ല, ഭയവും വെറുപ്പുമാണ് വളർത്തുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ട്യൂഷൻ അധ്യാപകൻ മർദ്ദിച്ച സംഭവം വീണ്ടും സമൂഹത്തോട് ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ്. വിന്നേഴ്സ് ട്യൂഷൻ സെൻ്ററിലെ അധ്യാപകൻ ചൂരൽ കൊണ്ട് കൈത്തണ്ടയിൽ അടിച്ചു പരിക്കേൽപ്പിച്ചെന്നാണ് പരാതി. ആറ്റിങ്ങൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് വിന്നേഴ്സ് ട്യൂഷൻ സെന്ററിലെ അധ്യാപകനിൽ നിന്ന് ക്രൂരമർദ്ദനമേറ്റത്. നോട്ട് എഴുതിയില്ല എന്നതായിരുന്നു കാരണം. ചൂരൽ കൊണ്ടുള്ള അടിയേറ്റ് കുട്ടിയുടെ കൈത്തണ്ടയിലെ ഞരമ്പിന്റെ ഭാഗത്ത് മുറിവുണ്ടായി. അമ്മ വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡ് കൗൺസിലർ ശ്രീജിത്ത് കുട്ടിയുമായി ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലെത്തി. അവിടെ എത്തിയപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് ട്യൂഷൻ സെന്റർ അധ്യാപകനേക്കാൾ ക്രൂരമായി പെരുമാറുന്ന സർക്കാർ ഡോക്ടർ. അത്യാഹിത വിഭാഗത്തിൽ കുട്ടിയെ പരിശോധിക്കുന്നതിന് പകരം പരാതിയുണ്ടോ എന്നാണ് ആദ്യം ഡോക്ടർ ചോദിച്ചത്. ഭീഷണിയുടെ സ്വരമായപ്പോൾ വാർഡ് കൗൺസിലർ ശ്രീജിത്ത് ചോദ്യം ചെയ്തു. ഉടൻ ഡോക്ടർ ശ്രീജിത്തിന് നേരെ തിരിഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ നഗരസഭാ ചെയർമാനോടും ഡോക്ടർ കയർത്തു. ആദ്യം വിളിച്ച് നോക്കാതെ ആദ്യം ചോദിച്ച കുട്ടിയുടെ മുഖത്ത് ചോദിച്ചത് തനിക്ക് കേസുണ്ടോ, എനിക്ക് കേസുണ്ടോ. 2-3 പ്രാവശ്യം കുട്ടിയുടെ മുഖത്ത് നോക്കി തനിക്ക് കേസുണ്ടോ എന്നാണ് ആ ഡോക്ടർ ചോദിച്ചത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട് കുട്ടിയെ കൈ നോക്കുന്നില്ല നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ താനാരാണ്? ഞാൻ പറഞ്ഞു, ഞാനൊരു ജനപ്രതിനിധിയാണ്. നീ അങ്ങോട്ട് മാറി നിൽക്കും, എനിക്ക് തോന്നുന്നില്ല ഞാൻ ചോദിക്കും എന്ന് നമ്മുടെ ഒരു ഇതില്ലാത്ത രീതിയിലുള്ള ഒരു ഡോക്ടർ, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു ഡോക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും സംസാരിക്കുകയും ഇദ്ദേഹം വീണ്ടും വയലൻ്റ് ആവുകയാണ്. ഈ ഡോക്ടർ വീണ്ടും വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവം അറിഞ്ഞ് ജനപ്രതിനിധികളും ചെയർമാൻ, ആറ്റിങ്ങൽ നഗരസഭ ചെയർമാൻ ഉൾപ്പെടെ അവിടെ എത്തുകയും ഡോക്ടറോട് സംസാരിക്കാൻ ചെയർമാൻ ചോദിക്കുമ്പോൾ ചെയർമാൻ്റെ അടുത്തും ഇയാൾ വെറുതെ എന്താണ് പുള്ളിക്ക് എന്തോ മാനസിക വിഭ്രാന്തി ഉള്ളതാണ് സംസാരിക്കുന്നത്. സംഭവം ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് ശ്രീജിത്തിന്റെ മൊബൈൽ ഫോണും ഡോക്ടർ തട്ടിത്തെറിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു. അധ്യാപകനെതിരെ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഈ അധ്യാപകൻ ആദ്യമായല്ല ഇങ്ങനെ പെരുമാറുന്നത്. പെൺകുട്ടികളെ മാത്രമാണോ ആൺകുട്ടികളെ എല്ലാം എങ്ങനെ തന്നെയാണ് അടിക്കുന്നത്? മോക്ക് ഇതിനു മുമ്പ് അടിയിട്ടിട്ടുണ്ടോ ഇതുപോലെ? ഡോക്ടർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുട്ടിയുടെ കുടുംബത്തിന്റെയും കൗൺസിലറുടെയും തീരുമാനം. സ്കൂളുകളിൽ കുട്ടികളെ ചൂരൽ കാട്ടി പേടിപ്പിച്ചാൽ തന്നെ അധ്യാപകർക്കെതിരെ നിയമ നടപടിയെടുക്കുന്ന നാട്ടിലാണ് ട്യൂഷൻ അധ്യാപകന്റെ ചൂരൽ ക്രൂരത. അതിന് കുടപിടിക്കുന്നതാകട്ടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഡോക്ടറും. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.